ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെ SIT ഉടൻ ചോദ്യം ചെയ്യും. നിലവിലെ തെളിവുകൾ വാസുവിനെതിരെന്ന് അന്വേഷണ സംഘം. കട്ടിളപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തി നൽകിയത് വാസുവും അറിഞ്ഞിരുന്നുവെന്ന് കണ്ടെത്തൽ. വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കെയാണ് പോറ്റിയുടെ പക്കൽ സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റായിരുന്ന വാസു ദേവസ്വം കമ്മീഷണറായിരുന്ന കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ സ്വർണം കൊടുത്തയച്ചത്. എൻ വാസുവിനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. വാസുവിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ചോദ്യം ചെയ്യൽ. ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ കൂടാതെ കട്ടിളപ്പാളികളിൽ ചെമ്പെന്ന് മഹസറിൽ രേഖപ്പെടുത്തിയതും വാസുവിന്റെ അറിവോടെ ആയിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പോറ്റിയുടെ സുഹൃത്തും ജ്വല്ലറി ഉടമയുമായ ഗോവർദ്ധൻ ശബരിമലയിലെ ദ്വാരപാലക സ്വർണ്ണപ്പാളി 15 ലക്ഷം രൂപയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിറ്റുവെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ശബരിമലയുടെ പേര് പറഞ്ഞ് പലതവണയായി 70 ലക്ഷം രൂപ വാങ്ങി. സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതി ഇടപെട്ട് അന്വേഷണം ആരംഭിച്ചതോടെ പണം നൽകിയതിന്റെ വിവരങ്ങൾ പുറത്തു പറയരുതെന്ന് പോറ്റി ആവശ്യപ്പെട്ടതായും ഗോവർദ്ധൻ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി. ചെന്നൈയിലും ബംഗളൂരുവിലും എത്തി സ്പോൺസർമാരെ കാണാനുള്ള ശ്രമവും നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വഞ്ചിച്ചുവെന്നും ഗോവർദ്ധൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് മുമ്പാകെ എത്തിയാണ് സാമ്പത്തിക ഇടപാടുകൾ ഗോവർദ്ധൻ വ്യക്തമാക്കിയത്. അതേസമയം ഈ മാസം 5-ന് ഹൈക്കോടതിയിൽ കേസ് അന്വേഷണത്തിന്റെ 2ാം ഘട്ട ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് കൂട്ടുപ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ശക്തമാക്കാനാണ് SIT സംഘത്തിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം.